ഹായ്, ഒരാള് ബിഗ് ടി വിയെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യുമോ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ടുവന്ന് ഈ സുജയയുടെ ഒരു മേക്കപ്പിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാധനം കൊണ്ടുവന്ന് ഇൻബോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരു മീഡിയ പേഴ്സൺ ആയ എനിക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലതിലൊക്കെ ഞാൻ മൗനം പാലിക്കുന്നത് അവരുടെ ബിസിനസ് സ്ട്രാറ്റജി മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. ഇതിനൊക്കെ എന്തോ ബിസിനസ് സ്ട്രാറ്റജി എന്നുള്ള സംശയം വരാം. ഈ ബിഗ് ടി വി ഓപ്പൺ ആയപ്പോൾ ഭയങ്കര ഹൈപ്പൊക്കെ കൊടുത്ത് ബിഗ് ടി വിയിലേക്ക് ഇത്രയും പേര് വരുന്നു. മിക്കവാറുമുള്ള നല്ല ചാനലുകൾ, അതായത് മെയിനായിട്ട് നിൽക്കുന്ന സ്ട്രീമിലുള്ള നല്ല ചാനലുകളിൽ നിന്നുള്ള ആൾക്കാരെയൊക്കെ ഇതിനകത്തേക്ക് വലിച്ചിടുന്നു. ബാക്കിയുള്ള ചാനലെല്ലാം പൂട്ടിപ്പോകും. ബിഗ് ടി വി മാത്രം ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇങ്ങനെ ഒരു അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത് തന്നെ. ഓക്കെ, പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയണേ, ഒരു പ്രത്യേകതയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തതയോ ഒന്നും അവർക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ആകെ മൊത്തം നല്ല കോമ്പറ്റീഷനുള്ള ഒരു ഫീൽഡായി മാറിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തനം എന്നുള്ളത് വസ്തുത. നമ്മൾ പറയുന്നത് അത്ര കൃത്യതയോടുകൂടി തെളിവ് വെച്ച് പറഞ്ഞാൽ പോലും വ്യൂ കിട്ടാനോ അക്സെപ്റ്റൻസ് കിട്ടാനോ വളരെ ചാൻസ് കുറവാണ്. നുണകൾക്കും ഫേക്ക് ന്യൂസുകൾക്കും മാത്രം വാല്യൂ കൊടുക്കുന്ന ഒരു സമൂഹമായി കേരളം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് വസ്തുത. അപ്പം മാധ്യമ പ്രവർത്തനത്തിനകത്ത് ജെനുവിനിറ്റിയോ അല്ലെങ്കിൽ സത്യസന്ധതയോ ഒന്നും പാലിക്കാതിരിക്കുന്നതാണ് അത് സക്സസ് ആകണമെന്നുള്ളവർക്ക്. അല്ലാതെ നമ്മളുടെ മാധ്യമ പ്രവർത്തനം കൊണ്ട് അതൊരു എത്തിക്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുക, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ അത് മാത്രം ഉറച്ചു നിൽക്കുന്നവർക്ക് വ്യൂ ഒന്നും കിട്ടത്തില്ല. പക്ഷെ സമൂഹത്തിൽ അവരുണ്ട് എന്നുള്ളത് അത്യാവശ്യം ബോധമുള്ളവർക്ക് മനസ്സിലാവും. കാരണം ഇത്തരക്കാരെ എങ്ങനെയായാലും ബോധമുള്ള മനുഷ്യരായിരിക്കും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. ഇപ്പം നമ്മൾ വ്യൂ ഇല്ല എന്ന് കരുതി അല്ലെങ്കിൽ നമുക്ക് കുറച്ചധികം പേരിലേക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. ജെനുവിനിറ്റി ഉള്ള ആളുകളുടെ അടുത്താണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഞാൻ ഒരു കാരണവശാലും ഒരു ഫേക്ക് സാധനവും കൊണ്ട് ഇറങ്ങാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെയാണ് ബിഗ് ടി വിയുടെ ഇഷ്യൂ എടുക്കേണ്ടതെന്ന് വെച്ചാൽ, അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ മെസ്സേജ് ഇട്ടത് കൊണ്ട് മാത്രം അവർക്കൊരു ഇൻഫോർമേഷൻ തരുന്നു എന്നേ ഉള്ളൂ. ബിഗ് ടി വി വന്നപ്പോൾ ഹൈപ്പിൽ കൊണ്ടുവന്നു, പക്ഷെ ആരും അതിനെ അത്ര രീതിയിൽ എടുത്തിട്ടില്ല. അപ്പോൾ അതിനെ കുറച്ചൊന്ന് ബൂസ്റ്റപ്പ് ചെയ്യണം. ഇന്നലെയും മെനങ്ങാന്നുമുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയപ്പെടുന്ന കുറേ വാഴകളും ഞൊണ്ണകളും അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്ത ഉടനെ തന്നെ അവർക്ക് കിട്ടേണ്ട റേറ്റിംഗ് അത് കൃത്യമായി അവർക്ക് അങ്ങ് എത്തിയിട്ടുണ്ട്. പുതുതായി തുടങ്ങിയ ഒരു സംരംഭം ഇത്ര വേഗം അത്ര റീച്ചിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ബിഗ് ടി വി എന്ന് പറഞ്ഞ് എല്ലാവരും ഇത് പറയുന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് മീ, അവരതിൽ സക്സസ് ആയി എന്നാണ് അർത്ഥം. ചീഫ് എഡിറ്ററായിട്ട് അപ്പോയിൻമെന്റ് കിട്ടിയതാണ് സുജയ കാണാൻ നല്ല ചന്തമുള്ള പെണ്ണാണ്. ഒന്നുമില്ലെങ്കിലും അത്യാവശ്യം മേക്കപ്പിലാണെങ്കിലും ചന്തമുള്ളവർ, ഈ ചന്തമുള്ളവർക്കേ മേക്കപ്പ് ഇട്ടാലും ഒരു ഭംഗി ഉണ്ടാവും. മേക്കപ്പിനൊക്കെ ഒരു പരിധിയുണ്ട്. നമുക്ക് കുറച്ച് ഇൻബിൽറ്റ് മോഡിൽ കുറച്ച് സാധനങ്ങൾ ഉണ്ടാകണം. അപ്പോൾ അതൊക്കെ ഉള്ളൊരു പെണ്ണ് തന്നെയാണ് സുജയ. അവരെന്ത് ചെയ്തു, അവരുടെ വാർത്തകൾ അക്സെപ്റ്റ് ആവുന്നില്ല, നുണക്കഥകൾ അക്സെപ്റ്റ് ആവുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല. ഒരു സാധാരണ ചാനലായിട്ട് അത് അധപ്പതിച്ച് പോകാൻ ചാൻസ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ചീഫ് എഡിറ്റർ ഇങ്ങോട്ട് നിരത്തിലേക്ക് ഇറങ്ങി. പുള്ളിക്കാരത്തി പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് മുഖത്ത് ഈ സ്കിൻ ടോണിന് വ്യത്യാസം വരുത്തിക്കൊണ്ട് ഒരു മേക്കപ്പ് ഇട്ടുകൊണ്ട് ഇറങ്ങി. നല്ല രീതിയിൽ, അതായത് സ്വയം പൊളിഞ്ഞിട്ടാണെങ്കിലും ആ ചാനൽ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഒരൊറ്റ കാരണം കൊണ്ടായിരിക്കും സുജയെ അവർ ചൂസ് ചെയ്തിട്ടുണ്ടാവുക. ഇപ്പം ഞാൻ അരുൺകുമാറുമായിട്ട് ഇവളുടെ ഡിബേറ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്. അവൾ പറയുന്നതിൽ അവൾ ഉറച്ചു നിൽക്കുമെങ്കിൽ അവളുടെ കണ്ണുകളിൽ, അവളുടെ ആ ഇളിഫ്യതയിൽ, അതായത് ഒരു ജാള്യതയുണ്ട് അവൾ സംസാരിക്കുമ്പോൾ. അതിൽ നിന്ന് നമുക്ക് ഫേസ് സൈക്കോളജി എന്ന് മനസ്സിലാകുന്നത് സുജയ പറയണത് തന്നെ നുണയാണെന്ന് സുജയ്ക്ക് തന്നെ അറിയാം. പക്ഷെ അവൾ വിട്ടുകൊടുക്കൂല. അവളിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കും. അതൊരു ബിസിനസ് സ്റ്റാറ്റിക് മാത്രമാണ്. എൻഡ് ഓഫ് ദ ഡേ അവൾക്കറിയാം സമൂഹത്തിന് എങ്ങനെ പറ്റിക്കണമെന്ന്. ചിലപ്പോൾ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് അവൾ പറയും എനിക്ക് പറ്റിയത് അബദ്ധമായിരുന്നു, എന്നെ അവർ ചതിച്ചതാണ്. ഇപ്പം ഒരുപാട് പേര് അങ്ങനെ വന്ന് മാറി, BJP മാറി മറ്റ് ഇതിലേക്ക് ചേർന്നിട്ടില്ല. അതുപോലെ ചേരാനായിരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് തോന്നുന്നു. വിട്ടിത്തം മാത്രം പറയുന്ന ഒരു പെണ്ണായിട്ടാണ് എനിക്ക് മനസ്സിലായത്. അരുൺകുമാർ ശരിക്ക് വാരുന്നതും കണ്ടിട്ടുണ്ട്, കളിയാക്കി ഇടുന്നതും കണ്ടിട്ടുണ്ട്. അതും ഒരു ബിസിനസ് ടാക്ടിക്സ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ആ പറയുന്ന പ്രസ്തുത ചാനലിന് റേറ്റിങ്ങിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മന്ദബുദ്ധിയെ കൊണ്ടിരുത്തുക, ഈ മന്ദബുദ്ധിയെ എടുത്തു വെച്ച് അരുൺ ഉടുക്കുക, അതിൽ കൂടെ ഒരു അക്സെപ്റ്റൻസ്. ഒരേ ഇതിനകത്ത് രണ്ടുപേരെ കൊണ്ടുവന്നിരുത്തി അതൊരു വല്ലാത്ത ചർച്ചയാണ്. അത് കാണുന്നവർക്കേ മനസ്സിലാവുള്ളൂ. അപ്പം അതിൻ്റെ ഡെപ്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഇത് അവരുടെ ബിസിനസ് ടാക്ടിക്സ് ആയിരുന്നു. ഈ ബിസിനസ്സാണ്. എനിക്ക് പറയാനുള്ളത്, ഈ ബിഗ് ടി വി എന്ന് പറയുന്ന ഈ ഒരു ഇതിനകത്തേക്ക് വർക്ക് ചെയ്യാനായിട്ട് സ്ത്രീകൾ പോകുമ്പോൾ ശരിക്കും ആലോചിച്ച് പോവുക. എന്താണെന്നറിയാമോ, അതിൻ്റെ ചീഫ് എഡിറ്ററായ സ്ത്രീക്ക് പോലും സ്വയം അപമാനിക്കപ്പെട്ടിട്ടാണെങ്കിലും അതിന് റീച്ച് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ടെങ്കിൽ നാളെ അവർ നിങ്ങളെ കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യിക്കും. നിങ്ങൾക്ക് അവരുടെ അത്രയും ഹോൾഡ് പോലും ഇല്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾക്ക് സ്വയം നഷ്ടപ്പെടുത്തേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് പോകുന്ന പെൺകുട്ടികൾ സൂക്ഷിക്കുക എന്നതിനപ്പുറം ബിഗ് ടി വി സക്സസ് ആണോ അല്ലേ എന്നുള്ളത് സെക്കൻഡ്. പിന്നെ ബിഗ് ടി വിയെ പറ്റിയിട്ട് ഇപ്പം തന്നെ ഞാൻ എൻ്റെ ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ ബിഗ് ടി വി എത്ര വട്ടം പറഞ്ഞു. അത് തന്നെയാണ് അവർ ആഗ്രഹിച്ചതും. അതിന് വേണ്ടി തന്നെയാണ് അവർ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ടുവന്നത്. മേക്കപ്പ് ചെയ്യുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയെയും അവരുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് ഒരുക്കാൻ കഴിയും.
ചിലപ്പോൾ വൈറ്റ് വാഷ് കുറച്ച് കൂടുമെന്നതിനപ്പുറം ഇങ്ങനെ ഡാർക്ക് ഷെയ്ഡ് അടിച്ചു കൊടുക്കത്തില്ല. അപ്പോൾ അതിന്റെ അർത്ഥം പർപ്പസ്ലി അവരുടെ മുഖത്തേക്ക് ഈ ചായം തേച്ചു കൊടുത്തത് ഇങ്ങനെ ഒരു ട്രോള് കിട്ടാനും ആ ട്രോളിൽ കൂടെ 10 പേരിലേക്ക് ബിഗ് ടി വി എത്തിക്കാനും അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടെന്നും അത് റണ്ണിങ്ങിലാണെന്നും അവളിങ്ങനെ നടക്കണു എന്നുമാണ് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. ആ ബിസിനസ് മനസ്സിലാക്കാതെ ആ ടാക്ടിക്സ് പിടികിട്ടാതെ അവളെ എടുത്ത് ഉടുക്കുന്നതായിട്ട് വിചാരിച്ചുകൊണ്ട് നിങ്ങളൊക്കെ മണ്ടന്മാരായിട്ട് കുറെ പേര് എടുത്തു വെച്ച് ചെയ്തു. എനിക്കതിനകത്ത് ശുദ്ധ മണ്ടത്തരമാണ് നമ്മൾ ചെയ്തതെന്ന് വ്യക്തമാകുന്ന രീതിയിൽ അവളെ പെർഫോമൻസ് കണ്ടാൽ മാത്രം മനസ്സിലാകും. അവൾ പറഞ്ഞതാണ് ശരി. നമ്മളൊക്കെ നല്ല മണ്ടന്മാരാ, നമ്മളെ പറ്റിക്കാൻ നല്ല എളുപ്പമാണ്. അത് അവൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് തന്നെയാണ് അവൾ പ്രവർത്തിച്ചതെന്ന് എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. പിന്നെ പബ്ലിക്കിൽ ഇറങ്ങി നിന്നുകൊണ്ട് പിന്നെ ഇത് ചെയ്യുന്നു, ഒരു ചീഫ് എഡിറ്ററായ ഒരു വ്യക്തി അങ്ങനെ അത്ര താഴ്ന്നിറങ്ങി വരുന്നു, അത്രയ്ക്കും ജെന്യുവിനായ ന്യൂസുകൾ മാത്രം നമ്മളിലേക്ക് എത്തിക്കുന്ന ഗ്രേറ്റ് ടി വി ആയിട്ട് ബിഗ് ടി വി വളർന്നിരിക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയണമെങ്കിൽ പറയാം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സോഷ്യൽ അവയർനെസ് അല്ലെങ്കിൽ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സാധനത്തിന് വളരെ വാല്യൂ ഉണ്ട്. പ്രത്യേകിച്ച് ന്യൂസ് പേഴ്സണാലിറ്റികൾക്ക് അവർക്ക് പൊതുസമൂഹത്തിന് എന്ത് കൊടുക്കണം വേണ്ട എന്നുള്ളതൊരു ധാരണ ഉണ്ടാകണം. ഇതാണോ ചർച്ചയ്ക്ക് വെക്കേണ്ട ഒരു വിഷയം? വേറെ എന്തെല്ലാം സബ്ജക്ട്സ് ഉണ്ട്. അവളുടെ മുഖത്ത് ക്രീം ഉണ്ടെങ്കിൽ എന്ത്, അവളുടെ മുഖം കറുത്തിരുന്നാലെന്ത്, അവളുടെ മുഖം വെളുത്തിരുന്നാലെന്ത്, ഇനി അവൾ മേക്കപ്പ് ഇടാതെ വന്നാലെന്ത്. ഈ ബോഡി ഷേമിങ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ് പല വീഡിയോസിൽ ഞാൻ കണ്ടത്. ഒന്നാമത്തെ കാര്യം, ഇവളുടെ യഥാർത്ഥ മുഖം ഇതായിരുന്നോ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കാണുന്നത് ഇപ്പം മിക്ക ഫിലിം ആക്ട്രസിനെയൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ, സത്യത്തിൽ ഇവരുടെ ഒന്നും റിയൽ ഫേസ് അല്ല നിങ്ങൾ കാണുന്നത്. നല്ല രീതിയിൽ അതിനെ പെയിന്റ് അടിച്ചിട്ടാണ് അവർ കൊണ്ടുവരുന്നത്. എല്ലാവരുടെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അവരുടെ ഏറ്റവും നല്ല വശങ്ങളായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നത്. മോശമായിട്ടൊരു വശം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അത് കാണാനാണോ നിങ്ങൾ അവിടെ പോയിരിക്കുന്നത്? അവർ പറയുന്ന വാർത്ത എന്താണെന്നോ അവരെന്താണ് പറഞ്ഞത് അതാരും ശ്രദ്ധിച്ചിട്ടില്ല. മുഴുക്ക അവളുടെ ബ്യൂട്ടി, അവളുടെ മുഖത്തിട്ട പൗഡർ, ആ പൗഡർ മനഃപൂർവ്വം അത്രയും ബ്ലാക്കിഷ് അടിച്ച് അവൾ അവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവള് സ്വയം നഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ ചാനൽ ഉയർത്തിക്കൊണ്ടുവരുമെന്നാണ്. അപ്പോൾ അതിന്റെ സംരംഭകര് അവളെ ചൂസ് ചെയ്തതിന്റെ റീസൺ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായത് പെർഫെക്റ്റ് മാർക്കറ്റിംഗ് ലേഡി തന്നെയാണ് അവർ. സ്വയം മാർക്കറ്റിലേക്ക് ഇട്ടുകൊടുത്ത് സ്വയം നഷ്ടപ്പെട്ടാൽ പോലും കുഴപ്പമില്ല എന്ന രൂപത്തിൽ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഡെഡിക്കേറ്റഡ് മാർക്കറ്റിംഗ് പേഴ്സൺ ആണ് അവർ. നല്ല കാര്യമാണ്. ഞാനൊക്കെ പണ്ട് സെയിൽസ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്ത ആളാണ്. അപ്പോഴത്തന്നെ നമുക്ക് ആദ്യം തരുന്ന ഒരു ഗൈഡ് ലൈൻ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെയിൽസ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ സെയിൽസ് പ്രൊഫഷൻ എന്ന് പറയുന്നത്, മാർക്കറ്റിംഗ് പ്രൊഫഷൻ എന്ന് പറയുന്നത് ഒരു 95% ഈ നമ്മളെ പ്രോസ് വർക്കിന് സിമിലർ ആണെന്ന്. പലയിടങ്ങളിലും നമ്മൾ ഇളിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പെൺകുട്ടികളുടെ കാര്യമാണ്. പലയിടങ്ങളിലും നമ്മൾ പല ബാഡ് കമൻസ് നമുക്ക് ഇളിച്ച് മറുപടി കൊടുക്കേണ്ടി വരും. കാരണം അവരെ പിണക്കാനൊക്കത്തില്ല. ആ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു പോകും. ആ പ്രോജക്റ്റ് നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ കമ്മീഷൻ കുറയും, നമ്മുടെ സാലറി അത് ബാധിക്കും, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ ബാധിക്കും. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് നല്ല ടാലൻ്റ് ഉള്ള ആളുകളെ തിരുപ്പൂലെ പറ്റിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. കച്ചവടം എന്നല്ലല്ല, കച്ചകവടം എന്നല്ലേ പറയുക. അപ്പോൾ അതുപോലുള്ളവർക്ക് അതിനകത്ത് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ചുരുക്കം. സുജയ പാർവതി നല്ല കച്ചകവടം പഠിച്ചൊരു സ്ത്രീയാണ്. അതാണ് നമ്മൾ കണ്ടത്. അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ബിഗ് ടി വി എന്ന് പറയുന്നത് എല്ലാ ടി വി പോലെ എല്ലാ ചാനൽ പോലെ ഒരു ചാനൽ അത്രയേ ഉള്ളൂ. അവർക്ക് ഇനി സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ട പുഴുങ്ങി കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ സ്പെഷ്യലി ഇങ്ങനെ തുടക്കത്തിൽ തന്നെ പൊതുസമൂഹത്തിനെ പറ്റിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർ കൊണ്ടുവരുന്ന വാർത്തകൾക്ക് എത്ര മൂല്യമുണ്ടാകുമെന്ന് ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഞാനത് പറഞ്ഞു എന്നേ ഉള്ളൂ. പലതും നമ്മളിങ്ങനെ പച്ചയായി വിളിച്ചു പറയുന്നത് കൊണ്ടാണ് നമുക്ക് വ്യൂ കുറയുന്നത്, നമുക്ക് അക്സെപ്റ്റൻസ് കുറയുന്നത്. എനിക്ക് ഈ വ്യൂവിനേക്കാൾ ഉപരി എൻ്റെ ക്രെഡിബിലിറ്റിയാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യത ഉണ്ടായിരിക്കണം എന്നുള്ളത് എൻ്റെ നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഒപ്പം നിൽക്കുന്നത്. 10 പേരെ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഐ ആം ഹാപ്പി വിത്ത് ദം. ബോധമുള്ളവരാണ് എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ബോധമില്ലാത്തവർക്ക് ചെയ്യാം. പിന്നെ റെഗുലർ ഇരുന്ന് ഗോസിപ്പ് കാണുന്നവരല്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. ജെന്യുവിനായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വരുന്നവരാണ്. അവരെ ചതിക്കാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ബിഗ് ടി വി മാമാങ്കത്തിൽ ഞാനില്ല. ആ വിഷയം ഞാൻ റിയാക്ട് ചെയ്യത്തില്ല. അത് മുഴുക്ക ഒരു ഗോസിപ്പാണ്. അവളുടെ മുഖത്ത് അവൾ തന്നെ കുറച്ച് കരിവാരി തേച്ചിട്ട് അവിടെ വന്ന് നിന്നതാണ്. ഇനി അവൾ സുന്ദരിയാണോ അല്ലയോ എന്നുള്ള ആഗോള പ്രശ്നമൊന്നുമല്ല. അതൊരു സ്വയം പൊങ്ങി പെണ്ണുമ്പോൾ തന്നെയാണ്. അവരെന്തും ചെയ്യും. അവർ ഏത് എക്സ്ട്രീമിലും പോകും. അവർക്ക് വേണ്ടത് ഫെയിമാണ്. നമ്മൾ അതിന് പോയി നിന്ന് കൊടുക്കാതിരിക്കുക. ബിഗ് ടി വി നല്ലൊരു ഇതല്ല. നല്ല ഒത്തിരി ചാനലുകളുണ്ട്. ജെന്യുവിനായി കാര്യങ്ങൾ പറയുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുക. രാഷ്ട്രീയമില്ലാതെ, മതമില്ലാതെ,
ജെന്യുവിനായി പറയുന്നത് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ബോധമണ്ഡലത്തിന് അത് വിട്ടുകൊടുക്കുക. എല്ലാം കേൾക്കുക, നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾ ഉൾക്കൊള്ളുക, അതാണ് നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. ഈ വിഷയം ഞാൻ എടുക്കാത്തതിൽ പിണങ്ങാതിരിക്കുക. ഒത്തിരി പറഞ്ഞിട്ട് ഞാൻ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഭയങ്കരമായിട്ട് പിണങ്ങരുത്. കാരണം ഈ ഒരു വിഷയം എനിക്ക് ഇതിനകത്തെ ബിസിനസ് മനസ്സിലായി. അത് ജസ്റ്റ് ഒരു പൊളിറ്റിക്കൽ ഗിമിക്ക്, അല്ലെങ്കിൽ എന്താ പറയണേ, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഗിമിക്ക് മാത്രമാണ്. അതിലേക്ക് ഞാനും കൂടെ പോയി ചാടി കൊടുത്ത് ഞാനും കൂടെ ഒരു ഹൈപ്പ് കൊടുക്കണ്ട എന്നുള്ളത് കൊണ്ടാണ് മാറിയത്. ഇപ്പം തന്നെ എൻ്റെ കുറേ സബ്സ്ക്രൈബേഴ്സ് എന്താ ഈ സാധനം എന്ന് പറഞ്ഞ് അന്വേഷിക്കാനായിട്ട് പോകും. സോ യൂഷ്വൽ തിങ് ആണ്, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. നന്ദി.